ഒരു നമ്മൾ ഫ്ലക്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഒരു പ്രതിഷേധമാണ്. കോട്ടയം നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന KC വേണുഗോപാലന്റെ ഫ്ലെക്സിൽ കരി ഓയിലൊഴിച്ചു. വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സിലാണ് കരി ഓയിലൊഴിച്ചത്. അല്ല, അതൊരു ചതിയായി പോയി. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ KC വേണുഗോപാലിൻ്റെ പ്രതികരണം കേട്ടുള്ളൂ. ഈ ഫ്ലക്സ് ഒന്നും ഞാൻ പറഞ്ഞിട്ടല്ല വയ്ക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രോസസ്സിനെ ഡീറെയിൽ ചെയ്യുന്ന ശ്രമങ്ങളാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇതിപ്പോൾ KC വേണുഗോപാൽ എതിർപക്ഷമാണോ ഈ ചെയ്തത്, അതോ ഇങ്ങനത്തെ പരിപാടികളൊന്നും കോൺഗ്രസിൽ വേണ്ട എന്ന് പറയുന്ന ആളുകളാണോ? ദിവിഷ് മോത്തി, ഈ KC എന്ത് പറഞ്ഞാലും അത് ആരാണ് ഈ ഫ്ലെക്സ് വയ്ക്കുന്നത് ഇല്ലെങ്കിൽ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം ഇരുട്ടിന്റെ മറവിലാണ് പലപ്പോഴും ഈ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വയ്ക്കാറുള്ളതും അതുപോലെ ഇത്തരത്തിലുള്ള കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്നത് ആ ഒരു സമയത്താണ്. അതുകൊണ്ട് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോൾ നമ്മളുള്ളത് ഈ കോട്ടയം നഗരത്തിൽ തന്നെയാണ്. ഇവിടെ KC വേണുഗോപാൽ ഈ ഒരു ഫ്ലെക്സ് മാത്രമല്ല, ഇവിടെ ഈ നേതാക്കൾക്ക് കഴിഞ്ഞ ഒരു ചരിത്രപരമായ വിജയം നേടി UDF മുന്നേറുമ്പോൾ അപ്പോൾ അതിൽ നയിച്ച ആളുകൾക്കൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ ഈ പരിസരത്ത് വേറെയും കാണും. ഇപ്പോൾ ആ ഫ്ലെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ KC ഉണ്ട്, സണ്ണി ജോസഫുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ അധികാരത്തിലേക്കുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഫ്ലെക്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ഈ ഗാന്ധി സ്ക്വയറിന് താഴെ 2 ഫ്ലെക്സുകളുണ്ട്. അതിൽ ഒന്നിൽ നയിച്ചവർ നായകൻ എന്നുള്ള ഫ്ലെക്സിൽ KCയുടെയും ഉമ്മൻചാണ്ടിയുടെയും മുഖമുണ്ട്. അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലാണ് ആ ഫ്ലെക്സ് ഇരിക്കുന്നത്. പക്ഷേ തൊട്ട് സമീപത്ത് തന്നെയുള്ള മറ്റൊരു ഫ്ലെക്സ്, അതിൽ KC വേണുഗോപാലിന്റെ മാത്രം ചിത്രമുള്ള വിജയശില്പി KC വേണുഗോപാലിന് അഭിവാദ്യങ്ങൾ എന്ന് എഴുതിക്കൊണ്ടുള്ള ആ ഫ്ലെക്സിലാണ് ഇപ്പോൾ KCയുടെ മുഖത്തിൽ ആ ഒരു കരിയോയിൽ തേച്ചിട്ടുള്ളത്. ഏതായാലും ആ ഫ്ലെക്സ് ആരാണ് വച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു അറിയിപ്പോ ഇല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള ഫ്ലെക്സ് ആണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനയും ഇല്ലാത്തൊരു ഫ്ലെക്സാണ്. അപ്പോൾ KC വേണുഗോപാലിന്റെ ചിത്രം മാത്രമുള്ള ഫ്ലെക്സിലാണ് ഇപ്പോൾ ഒരു നടപടി ഇല്ലെങ്കിൽ ഒരു കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ UDFന്റെ വിജയം നേടിയതിന് പിന്നാലെയാണ് ഈ നഗരമധ്യത്തിലടക്കം ഇത്തരം ഫ്ലെക്സുകളെല്ലാം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വൈകിട്ടൊന്നും ഈ ഫ്ലെക്സിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ഇപ്പോൾ സമീപത്തുള്ള ഒരു കടയിലെ ഒരു ജീവനക്കാരൻ പറഞ്ഞത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ ഒരു സംഭവിച്ചിട്ടുണ്ടാകുക. ഏതായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KC വേണുഗോപാലിന്റെ മാത്രം മുഖമുള്ള ഫ്ലെക്സിൽ ഇപ്പോൾ കരിയോയിൽ ഒഴിച്ചുകൊണ്ടില്ലെങ്കിൽ കരി തേച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്.